ഓക്സിഡേഷൻ സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട പാർട്ട് 1 വീഡിയോ ഇന്നലെ ചെയ്തിരുന്നു. അതിന്റെ കണ്ടിന്യൂവേഷൻ വീഡിയോ ആണിത്. അതിലേക്ക് കടക്കാം. 17 ആറ്റോമിക് നമ്പർ ഉള്ള ക്ലോറിന്റെ കേസ് നമുക്ക് എടുക്കാം. അതിന്റെ കോൺഫിഗറേഷൻ 287 ആണ്. കെ ഷെല്ലിൽ 2 ഇലക്ട്രോണും എൽ ഷെല്ലിൽ 8 ഇലക്ട്രോണും എം ഷെല്ലിൽ 7 ഇലക്ട്രോണും അതിനുണ്ട്. എം ഷെല്ലിൽ 8 എണ്ണം ഉണ്ടെങ്കിൽ ഇവൻ സ്റ്റേബിൾ ആകും. അതിനായി ഇവൻ ഒരു ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്യുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്താൽ നെഗറ്റീവ് ആണ് ആ ഒരു ആറ്റത്തിന് ലഭിക്കുന്ന ചാർജ്. സോ ഇവിടെ ഒരു ഇലക്ട്രോൺ ആണല്ലോ അക്സെപ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ വാലൻസി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. അത് കമ്പയറിംഗ് കപ്പാസിറ്റി ആണ്. വാലൻസി 1 ഒരു ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ ചാർജ് നെഗറ്റീവ് ആകുമെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -1 അല്ലെങ്കിൽ 1- ആണ്. അടുത്ത എക്സാമ്പിളായി 8 ആറ്റോമിക് നമ്പറുള്ള ഓക്സിജന്റെ കേസ് എടുക്കാം. ഇതിന്റെ കോൺഫിഗറേഷൻ 2,6 എന്നതാണ്. കെ ഷെല്ലിൽ 2ഉം എൽ ഷെല്ലിൽ 6 ഇലക്ട്രോൺ അതിനുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണും, അവസാനത്തെ ഷെല്ലിൽ അതായത് എൽ ഷെല്ലിൽ 8 എണ്ണം ഉണ്ടെങ്കിൽ ഒക്ടേറ്റ് ഫില്ലായി, അതായത് 8 ഇലക്ട്രോൺ അതിൽ ലഭിക്കുന്നു. അതുകൊണ്ട് തന്നെ അതിന്റെ വാലൻസി 2ഉം 2 ഇലക്ട്രോണെ ആണല്ലോ അക്സെപ്റ്റ് ചെയ്തത്. അതുകൊണ്ട് അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 2- എന്നതുമാണ്. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ഉടൻ തന്നെ ഫോളോ ചെയ്യൂ.